വെരി ഹാപ്പി ഈവനിങ് ടു ആൾ. സോ കുറച്ച് നേരത്തെ ഒത്തിരി കുട്ടികളൊക്കെ വന്ന് ഒരുപാട് നല്ല ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മളിവിടെ ലിറ്റിൽ ഷെഫൊക്കെ കഴിഞ്ഞു. ആൻഡ് ഫൈനലി വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നമ്മളെ കൂടെ ഇവിടെ ഈ സ്റ്റേജിന് മുൻപിലുണ്ട്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിരിപ്പിക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള, നമ്മൾ എപ്പോഴും കാണുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ഒത്തിരി പേരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ സാരഥി ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് വെൽക്കം നാദിർ ഷാ. നാദിർ ഷായെ ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ മൊമെന്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന സിനിമ ഈ ഫെബ്രുവരി 23-ാം തീയതി റിലീസ് ചെയ്യപ്പെടുകയാണ്. ഒരുപാട് സന്തോഷം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ ഒരു സിനിമ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. കാരണം ഒരുപാട് ഹിറ്റുകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റാഫിക്ക. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൊരു സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ അതിൽ നായകനായി. മുബിൻ റാഫി, ഒരു പുതിയ നായകനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും എല്ലാ സിനിമകളും, നമ്മളുടെ ടീമിൻ്റെയൊക്കെ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് എൻ്റെ സഹോദരങ്ങൾ, അശോകൻ ചേട്ടനും വിഷ്ണു, കോട്ടൻ നസീർ തുടങ്ങി ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു സിനിമ ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് പ്രൊഡ്യൂസറാണ്. ഞാൻ ചുരുക്കി പറയാണ്, കാരണം ഒരു ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് ചെയ്യുകയാണ്. കാരണം 7 മണിക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സോങ് എയറിൽ പോകേണ്ടതായിരുന്നു. അപ്പോൾ ആ സോങ്ങിൻ്റെ റിലീസിംഗ് ആണ് ആദ്യം. ആദ്യം നമ്മുടെ പ്രൊഡ്യൂസർ സാർ കലന്തൂർ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രൊഡ്യൂസറിലേക്ക് സിനിമ ഉണ്ടാവില്ല. അതിന് വേണ്ടി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, റാഫിക്ക, ഒരു സിനിമയുടെ ബലം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. റാഫിക്കയാണ് അത്. ഇത് റാഫിക്ക, പ്ലീസ്. ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ഒരാൾ വിട്ടുപോയിട്ടോ. സിനിമയിലില്ലെങ്കിലും നമുക്ക് വേണ്ടി വന്ന നമിത പ്രമോദ്, ദിലീപ്. ദിലീപ് പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആളാണ്. നമ്മൾ അതിനെ പറ്റി വേറെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഏതായാലും ഇനി അടുത്തത് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ സിനിമയെ മനോഹരമായ വിഷ്വൽസ് നൽകിയ ഷാജേട്ടൻ. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ക്യാമറമാനാണ് ഷാജേട്ടൻ. ഷാജേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സിനിമയിലെ നായകൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ഈ സിനിമയിലൂടെ. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഭാവിയുണ്ടെന്ന് തീർച്ചയായിട്ടും ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ സിനിമ ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് നൽകിയ ആ വ്യക്തി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുബിൻ റാഫി, പുതിയ നായകനാണ്. നല്ലൊരു കൈയടി അദ്ദേഹത്തിന്. നായകനുള്ളപ്പോൾ പിന്നെ നായികയെ വേണം നമുക്ക്. ദേവിക സഞ്ജയ്, ഒത്തിരി സിനിമകളിലൂടെ, ഞാൻ പ്രകാശൻ, മകൾ തുടങ്ങിയ സിനിമകളിലൂടെ നമുക്ക് സുപരിചിതമായ ദേവിക സഞ്ജയ്. പിന്നെ നമ്മുടെ ഈ സോങ്ങിൽ അല്ലെങ്കിൽ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്ത മാളവിക ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സിനിമയുടെ ഓഡിയോ ലോഞ്ച് എന്ന് പറയുമ്പോൾ അതിന്റെ സംഗീത സംവിധായകൻ, സൂപ്പർ ഹിറ്റുകൾ നമുക്ക് നൽകിയ ഹിഷാം അബ്ദുൽ വഹാബ്, ഹൃദയം എന്ന ചിത്രത്തിലെ ആ ഗാനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഏറെ
വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അശോകൻ ചേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അരുൺ നാരായണൻ, പിന്നെ സാർ ഔസേപ്പിച്ചൻ സാർ, ഓക്കെ, കോട്ടയം നസീർ ഒക്കെ ഒന്ന് വേദിയിലേക്ക്. സ്മിനു, ഈ സിനിമയുടെ ഒരു പിന്നെ മലയാള സിനിമയിൽ ഒട്ടനവധി ഹിറ്റുകൾ നൽകിയ സംവിധായകൻ ശ്രീ ഷാഫി, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷാഫി ഈ കുടുംബത്തിലെ തന്നെ ആളാണ്. റാഫിക്കയുടെ അനിയനാണ്. കണ്ണൻ താമരകുളം പ്ലീസ്, സംവിധായകൻ. പിന്നെ നമ്മുടെ ഇതിന്റെ ഓഡിയോ ലോഞ്ചിങ് ആണ്. മില്ലീനിയം ഓഡിയോസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഗാനങ്ങൾ നമ്മുടെ ശ്രോതാക്കളിൽ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. മില്ലീനിയം ഓഡിയോസിന്റെ എല്ലാമായ സജി മില്ലീനിയത്തെ ഞാൻ വേദിയിലേക്ക് പിന്നെ നമ്മുടെ ഈ സിനിമയിലൂടെ ഒരാളെ കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മുമ്പിന്റെ അനിയൻ തന്നെയാണ് ഷിയ. അഭിനയിച്ചവരും നമ്മളുടെ ടെക്നീഷ്യൻസും ഒക്കെ ഒരുപാട് പേരുന്നുണ്ട്. അവരെ പതിയെ നമുക്ക് വിളിക്കാം. കാരണം എല്ലാവരുടെയും വന്ന് സ്റ്റേജിൽ അത് താങ്ങാനുള്ള ബലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരിൽ ക്ഷമിക്കുക. ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, എനിക്ക് വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, എൻ്റെ സ്വന്തം സഹോദരൻ ശ്രീ ദിലീപിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമിത പ്രമോദ് പ്ലീസ്. എൻ്റെ ആദ്യ ചിത്രം അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നായിക, പിന്നെ ഈശോയിലെ ആയി. ആ സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അമർ അക്ബർ അന്തോണി ആദ്യമായിട്ട് നിർമ്മിച്ച നിർമ്മാതാക്കൾ ആൽവിൻ ആന്റണി ചേട്ടൻ പ്ലീസ്. ആൽവിൻ ആന്റണി ചേട്ടൻ ഇപ്പോൾ പിന്നെ ഈ സിനിമ തുടങ്ങാൻ കാരണക്കാരൻ എൻ്റെ പ്രിയ സുഹൃത്ത് സൈലക്സ് എബ്രഹാമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ ആ മംഗളകർമ്മത്തിലേക്ക് എടുക്കുന്നു. ആദ്യത്തെ ആ സോങ് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുകയാണ്. ഈ സിനിമയിൽ 5 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഗാനം ഇന്ന് ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ LED വാളിൽ കാണാവുന്നതാണ്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് ഇല്ല, CD ദിലീപേട്ടനും നവതയും ചേർന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അത് സമർപ്പിക്കുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫസ്റ്റ് സോങ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് കൊച്ചിയുടെ പേരിലുള്ള ഈ സിനിമ പുതിയ നായകൻ വരാൻ പോവുകയാണ്. വൺസ് അപ്പോൺ എ ടൈം കൊച്ചി.